BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി മുസ്ലിം ലീഗിൽ സീറ്റ് ചർച്ചകൾ സജീവമാവുകയാണ്. 5 സിറ്റിംഗ് MLA-മാർ ഒഴിവാകുമെന്നാണ് സൂചന. PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്നും മലപ്പുറത്തേക്ക് മാറാൻ ആലോചിക്കുന്നു. PK ബഷീർ ഏറനാട് നിന്ന് മഞ്ചേരിയിലേക്ക് മാറാനും സാധ്യതയുണ്ട്. KPA മജീദ്, UA ലത്തീഫ്, P ഉബൈദുള്ള, NA നെല്ലിക്കുന്ന് തുടങ്ങിയവർക്ക് വീണ്ടും അവസരം ലഭിക്കാനിടയില്ല എന്നാണ് വിവരം. MK മുനീറിനെ മത്സരിപ്പിക്കണമോ എന്ന കാര്യത്തിലും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. അതേസമയം മുസ്ലിം ലീഗിന് ഇത്തവണ 2 വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നാണ് വിവരം. ജയന്തി രാജനും സുഹറ മമ്പാടും സ്ഥാനാർത്ഥികളായേക്കും. ലീഗിന്റെ മതേതരത്വം ഉയർത്തിക്കാട്ടുന്നത് ലക്ഷ്യമിട്ടാണ് ഇതര സമുദായ അംഗമായ വനിതയെ സ്ഥാനാർത്ഥിയാക്കുന്നത്. ജയന്തി രാജൻ കളമശ്ശേരിയിലും സുഹറ മമ്പാട് തിരൂരങ്ങാടിയിലും മത്സരിക്കാനാണ് സാധ്യത. പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ജയന്തി രാജൻ ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറിയും സുഹറ മമ്പാട് വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റുമാണ്. CPM-ന്റെ സിറ്റിംഗ് സീറ്റാണ് കളമശ്ശേരി. P രാജീവാണ് നിലവിലെ MLA. എന്നാൽ നേരത്തെ മുസ്ലിം ലീഗ് വിജയിച്ചിരുന്ന മണ്ഡലമെന്ന നിലയിൽ തിരിച്ചുപിടിക്കാൻ കൂടിയാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനും നല്ല മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് കളമശ്ശേരിയിൽ ഒരു മതേതര മുഖത്തെ നിർത്താൻ ലീഗ് ശ്രമിക്കുന്നതെന്നാണ് സൂചന. തിരൂരങ്ങാടിയിൽ PMA സലാമിനെയും പരിഗണിക്കും. KM ഷാജി കാസർഗോഡും PK ഫിറോസ് കുന്നമംഗലത്തും മത്സരിക്കാനാണ് സാധ്യത. കുറ്റ്യാടിയിൽ പാറയ്ക്കൽ അബ്ദുള്ള വീണ്ടും മത്സരിച്ചേക്കും. നജീബ് കാന്തപുരത്തിനും N ഷംസുദ്ദീനും വീണ്ടും അവസരം നൽകും. അതേസമയം തിരുവമ്പാടി സീറ്റ് വിട്ടുകൊടുക്കാൻ ഇടയില്ല. പേരാമ്പ്രയിൽ TT ഇസ്മായിലിന്റെ പേരാണ് പരിഗണനയിലുള്ളത്. മഞ്ഞളാംകുടിയാലി വീണ്ടും മങ്കടയിൽ മത്സരിക്കാനാണ് സാധ്യത. കോട്ടക്കലിൽ ആബിദ് ഹുസൈൻ തങ്ങൾ തന്നെ മത്സരിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റുകളിലാണ് ലീഗ് മത്സരിച്ചത്. എന്നാൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ മുന്നേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ 30 സീറ്റുകൾ വരെ വേണമെന്ന ആവശ്യം ലീഗ് ഉന്നയിച്ചേക്കും. UDF-ന്റെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി കോൺഗ്രസുമായി ചില സീറ്റുകൾ വച്ചുമാറുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. തിരുവമ്പാടി, പേരാമ്പ്ര, കോങ്ങാട്, ഗുരുവായൂർ, കളമശ്ശേരി, പുനലൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ വച്ചുമാറാനാണ് ലീഗ് പ്രധാനമായും ആഗ്രഹിക്കുന്നത്. പകരം ചോദിക്കുന്ന സീറ്റുകൾ വിട്ടുകൊടുക്കാൻ കോൺഗ്രസും തയ്യാറായാൽ മാത്രമേ ഈ നീക്കം വിജയിക്കുകയുള്ളൂ. പാർട്ടികൾക്കിടയിൽ തർക്കങ്ങളില്ലാത്ത രീതിയിൽ ഇക്കാര്യം കൈകാര്യം ചെയ്യാനാണ് ലീഗിന്റെ തീരുമാനം. എങ്കിലും പുതുമുഖങ്ങൾ വരുമ്പോൾ ആരെയൊക്കെ ഒഴിവാക്കും എന്നതിനെക്കുറിച്ചും അതിലൂടെ ഉടലെടുക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്.